പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ ഇവരോട് കൂടെ വന്നത് തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ദുരിതം, അവരുടെ പ്രയാസം നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമല്ല, ഇവർ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീകുട്ടിയുടെ അമ്മ ശ്രീകുട്ടി ഇന്നിവിടെ വരും എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആ കുട്ടിക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. 8-9 മാസം ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം നടന്നിട്ട്. ഈ ഒരു കുടുംബം ഈ മാസങ്ങളത്രയും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ വലിയ ദുരിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് ഞങ്ങൾ നിരന്തരം അവരെ പോയി കാണുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അന്ന് നമ്മളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കുട്ടി ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ വലിയ നിശ്ചയദാർഢ്യമുള്ള ഒരു സ്ത്രീയാണ്. അവരൊരു സിംഗിൾ പാരൻ്റാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അവരുടെ ഒരു നിശ്ചയദാർഢ്യം ഇതിന് പിന്നിൽ വലിയ സ്വാധീനം ഉണ്ടാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആ കുട്ടിയെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചേരി ഇലാജില് അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ നേരിട്ട് ചെന്ന് കണ്ടപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് തോന്നിപ്പോയത്. നല്ലൊരു മിടുക്കിയായ പെൺകുട്ടിയാണ്. ആ കുട്ടിക്കാണ് ഈ ഒരു ദുരിതം വന്ന് ശരിക്കും ആ കുട്ടി മരണത്തിലേക്ക് പോകേണ്ട കുട്ടിയാണ്. മറ്റൊരു ആൾട്ടർനേറ്റീവ് സംവിധാനത്തിലൂടെ സ്വകാര്യ ആശുപത്രിക്കാരെ ഏറ്റെടുത്തുകൊണ്ട് ചികിത്സിച്ചത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലെങ്കിലും എത്തിയിട്ടുള്ളത്. അതിന് പിന്നിൽ ഈ ഒരു സ്ത്രീ നടത്തിയ വലിയൊരു പോരാട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ വിഷയത്തിൽ ഒരു നീതി ഉണ്ട്. അതുപോലെ ഒരു മാനസികമായ പരിഗണന അർഹിക്കുന്നുണ്ട് ഈ വിഷയം. അത് സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക, ഇവിടുത്തെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നതുകൂടിയാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഈ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകണം. അതുപോലെ ഈ കുട്ടിക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാകണം. ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞല്ലോ, 19 വയസ്സുള്ള ഈ മിടുക്കിയായ പെൺകുട്ടിയാണ് നേരെ അത്രയും പിന്നോട്ട് പോയത്. ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയത്. ആ കുട്ടിക്ക് ഓർമ്മയില്ല, പോയ കാര്യങ്ങൾ ഓർമ്മയില്ല, ആ കുട്ടി പഠിച്ചത് ഓർമ്മയില്ല. ആ കുട്ടിയുടെ ജീവിതം ഇനി ആദ്യം സെറ്റായി വന്നിട്ട് വേണം. അപ്പോൾ അവരുടെ ഒരു പുനരധിവാസം, അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഇതൊക്കെ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ഇവിടുത്തെ സർക്കാരിനാണ് അതിൻ്റെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. അത് സർക്കാർ ഏറ്റെടുത്തേ മതിയാകൂ. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കുട്ടിക്ക്, മലയാളത്തിൻ്റെ ഒരു കുട്ടിക്ക് സംഭവിച്ചതാണല്ലോ. റെയിൽവേയിലാണ് സംഭവിച്ചത്, കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പാണ് എന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ ഒരു മോൾക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആ വ്യക്തികളെ അതല്ലെങ്കിൽ ആ കുടുംബത്തെ കാലങ്ങളോളം ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. അതിൽ സമൂഹത്തിന് ജാഗ്രത വേണം, സർക്കാരിന് ഇവിടുത്തെ സംവിധാനങ്ങൾക്കും ജാഗ്രത വേണം. അതോടൊപ്പം തന്നെ ഇനി സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സർക്കാരിൻ്റെയും ബാധ്യതയാണ്. അതിന് തീർച്ചയായിട്ടും റെയിൽവേയിലാണെങ്കിലും നമ്മുടെ സർക്കാരിനും അതിൽ ബാധ്യതയുണ്ട്. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ബാധ്യതയും നമ്മുടെ സർക്കാരിനുണ്ട്. ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം, കുട്ടിക്ക് വിദഗ്ധമായ ചികിത്സ ലഭിക്കണം. ഇപ്പോൾ തന്നെ അവർക്ക് ലക്ഷങ്ങളോളം ചെലവ് വന്നിട്ടുണ്ട്. ഒരു 10 ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു സ്വകാര്യ ആശുപത്രിയാണ് അതിൻ്റെ ചെലവ് വഹിച്ചിട്ടുള്ളത്. ഈ കുടുംബം അതിന് ശേഷിയുള്ള ഒരു കുടുംബമല്ല. നമ്മൾ ഈ കുടുംബാംഗങ്ങളെയൊക്കെ നേരിട്ട് കാണുകയും അവരായിട്ട് പരിചയപ്പെടുകയും അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷിയുള്ള ഒരു കുടുംബമല്ല ഇത്. അപ്പോൾ അവർക്ക് അതിന് ഒരു സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ഇത്തരം ജെനുവിനായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ ഏറ്റെടുത്ത വിഷയങ്ങളിലൊക്കെ തന്നെ അതിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഒരു സ്വാധീനം ചെലുത്തിയത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ആ വിഷയങ്ങൾ ഏറ്റെടുക്കാനും അത് വേണ്ടെടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ അതിനെ ഫോളോ ചെയ്യാനും ഒക്കെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട്.